വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. കുടവൂർക്കുളം ഓവർപാസ് മുതൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വരുന്ന അണ്ടർപാസ് വരെയാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് ബ്രിഡ്ജ് സൈറ്റിൻ്റെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. കുടവൂർക്കുളം ഓവർപാസ് സൈറ്റിൽ പുതുതായിട്ട് പണികളൊന്നും നടക്കുന്നില്ല. മഴ കാരണം തൽക്കാലത്തേക്ക് അവിടെ വെള്ളം വറ്റിക്കുന്ന പ്രവൃത്തിയൊക്കെ നടന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. സർവീസ് റോഡുകളുടെ റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണം കുറേശ്ശെയായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെ ശാന്തതയും നിശബ്ദതയൊന്നും അധികകാലം ഇനി ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകൾ നല്ല ഉയരത്തിലാണ് കടന്നു പോകുന്നത്. ഒരു വശത്തെ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവൃത്തിയൊക്കെ പകുതി വഴിയിലെത്തിയിട്ടുണ്ട്. മറുവശത്ത് ഇതുവരെ പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഇരുവശത്തും എവിടെയെങ്കിലും ആയിരിക്കാം എൻട്രി എക്സിറ്റ് പോയിന്റുകൾ വരാനുള്ള സാധ്യത. സർവീസ് റോഡുകളുടെ പണി കഴിഞ്ഞാലേ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള രൂപം കിട്ടുകയുള്ളൂ. അവിടുന്ന് പാലാങ്കോണത്തേക്ക് പോകുന്ന ദിശയിൽ വലതുവശത്ത് റീറ്റെയിനിങ് വാളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന പണികൾ വീണ്ടും പകുതി വഴിയിൽ തന്നെയാണ്. മഴ കാരണം പിന്നെ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. പാലാങ്കോണം ഓവർപാസ് വരുന്നതിന് സമീപത്തായിട്ടുള്ള കുന്ന് ഇടിച്ച് നിരപ്പാക്കുന്ന പ്രവൃത്തി ഇപ്പോഴും നടന്നു വരികയാണ്. അവിടെ കട്ട് ചെയ്യുന്നത് തട്ടായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിരുന്നാലും പണികൾ എങ്ങും എത്തിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇനിയും ഒരുപാട് പണികൾ ഇവിടെ ബാക്കിയാണ്. പാലാങ്കോണം ഓവർപാസ് വരുന്ന സൈറ്റിൽ പൈലിങ്ങിന് ശേഷമുള്ള പ്രവൃത്തികളൊന്നും പിന്നെ നടന്നിട്ടില്ല. ഒരുപക്ഷെ മഴ തന്നെ ആയിരിക്കാൻ കാരണം പൈൽ ചിപ്പിങ് പോലെയുള്ള പ്രവൃത്തികളൊന്നും പിന്നീട് തുടങ്ങിയിട്ടില്ല. സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവൃത്തി ഒരല്പവും കൂടി പുരോഗമിച്ചിട്ടുണ്ട്. പാലാങ്കോണം ഓവർപാസിൽ നിന്നും MLA പാലം അണ്ടർപാസ് എത്തുന്നതിനിടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ യാതൊരുവിധ പ്രവൃത്തികളും പിന്നീട് നടന്നിട്ടില്ല. പണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത സ്ഥലത്തെല്ലാം ചെടികളും പുല്ലുമൊക്കെ വളർന്ന് മരമാകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. MLA പാലം എത്തുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു തോട് ഇവിടെ 2 കൈവഴികളായിട്ട് തിരിഞ്ഞൊഴുകുന്നുണ്ട്. അതിന് കുറുകെ എന്തെങ്കിലും സീൽ സ്ട്രക്ചർ ചെയ്യേണ്ടതാണ്. ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ MLA പാലത്തിൻ്റെ തെക്കേ അപ്രോച്ചിലും പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ട് തുടങ്ങിയിട്ട് ആ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. MLA പാലം അണ്ടർപാസ് ക്രോസ് ചെയ്ത് വടക്കേ അപ്രോച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊന്നും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ടാറിങ് ഒക്കെ ബാക്കിയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വടക്കേ അപ്രോച്ചിൽ സോയിൽ ഫില്ലിങ്ങിൻ്റെ പണികൾ വീണ്ടും നടന്നു വരികയാണ്. ഏകദേശം അവസാന ഘട്ടത്തിലെത്തി എന്ന് തന്നെ പറയാം. ഇത് മണമ്പൂർ ചാത്തമ്പ്ര റോഡിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായി നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസാണ്. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഉള്ളിൽ കൂടി ഗതാഗതം അനുവദിച്ചിട്ടുണ്ട്.
അതിൻ്റെ മുകളിലായിട്ട് സോയിൽ ഫില്ലിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. നേരത്തെ പറഞ്ഞ അണ്ടർ പാസിൻ്റെ വടക്കേ അപ്രോച്ചിലാണുള്ളത്. ഇവിടെയാണ് ഒരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റ് ഉള്ളത്. ഇവിടെ വരെയുള്ള ടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രെച്ചിൽ ഇവിടുന്ന് മെയിൻ കാരിയേജ് വേയിൽ കൂടി തിരികെ നടന്ന് അണ്ടർപാസിന് മുകളിലേക്ക് എത്തി സോയിൽ ഫില്ലിംഗ് പ്രവർത്തികളുടെ പുരോഗതിയും കൂടി നോക്കിയതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ അണ്ടർപാസിൻ്റെ വടക്കേ അപ്രോച്ചിലെ സോയിൽ ഫില്ലിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഗ്രാവൽ നിരത്തി ഇനി ടാറിങ്ങിലേക്ക് കടക്കേണ്ട ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അണ്ടർപാസിന് സ്ട്രക്ചറിൻ്റെ മുകളിലാണിപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വടക്കേ അപ്രോച്ചിലെ പണികൾ അവസാന ഘട്ടത്തിലാണ്. തെക്കേ അപ്രോച്ചിലെ പണികൾ ഇനിയും ബാക്കിയുണ്ട്. ഇതാണ് തെക്കേ അപ്രോച്ചിലേക്കുള്ള വ്യൂ. അങ്ങ് ദൂരെയായിട്ട് MLA പാലം അണ്ടർപാസും കാണാം. ഇതിൻ്റെ ഇടയ്ക്കാണിപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്തിടത്തെല്ലാം മഴ മൂലം ചെളിയായി കിടക്കുന്ന കാരണം അങ്ങോട്ടേക്ക് നടന്നു പോകാൻ നിവർത്തിയില്ല. അതുകൊണ്ട് വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നടന്നതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഒന്ന് കാണിക്കാം.